സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഇന്നലെ വിവിധയിടങ്ങളിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനവും വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിയന്ത്രണം തുടരേണ്ടി വരുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിലപാട്. സ്വാന്തന സാജു ചേരുന്നു. സ്വാന്തന, ലോകകപ്പൊക്കെ നടക്കുന്ന സമയമാണ്. കളി കാണുന്നതിനിടയ്ക്കെങ്ങാൽ കരണ്ട് പോയാൽ വലിയ കലാപം തന്നെ ഉണ്ടാകുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ എന്താണ് വൈദ്യുതി ബോർഡ് പറയുന്നത്? ഈ നിയന്ത്രണം എത്ര നാൾ തുടരും? ഇത് എങ്ങനെയാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ശ്രുതി, ഗുഡ് മോർണിംഗ് റോഷ്നി. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയൊരു വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് കടന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. കാരണം സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നലെ പവർ കട്ട് ഉണ്ടായിരുന്നു. അത് 15 മിനിറ്റ് മുതൽ ഏതാണ്ട് 30 മിനിറ്റ് വരെ നീണ്ടുപോയ ഇടങ്ങളുമുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വൈദ്യുതിയുടെ ഉപഭോഗം കൂടുകയും ലഭ്യത കുറയുകയും ചെയ്തത് തന്നെയാണ് നിലവിലെ ഒരു പ്രതിസന്ധിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അത് മാത്രവുമല്ല, സാധാരണ ഈ മാസങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ മഴ ലഭിക്കേണ്ടതാണ്. മഴ വലിയ രീതിയിൽ കുറഞ്ഞു. അത് മാത്രവുമല്ല, ഡാമുകളിലൊക്കെ വെള്ളം അത് വലിയ കുറവാണ്. പല ഡാമുകളിലും 50% താഴെ മാത്രമാണ് വെള്ളമുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു പ്രതിസന്ധിയായി മുന്നിൽ നിൽക്കുകയാണ്. കൂടുതൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു ശ്രമമൊക്കെ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷനും KCBയും ഒക്കെ നടത്തി വരുന്നത്. അക്കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തത്. നിലവിലിപ്പോൾ എന്തായാലും KCBയുടെ മുന്നിലുള്ള ഒരു ശ്രമമെന്ന് പറയുന്നത് സോളാർ എനർജി, അത് കുറച്ച് ദീർഘകാലത്തേക്ക് കുറഞ്ഞ ചെലവിൽ വാങ്ങിക്കൊണ്ട് ഈ പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ സെക്കിയിൽ നിന്നും സോളാർ എനർജി, അത് 200 മെഗാവാട്ട് എനർജി 25 വർഷത്തേക്ക് കുറഞ്ഞ നിരക്കിൽ വാങ്ങുക എന്നുള്ള ഒരു ശ്രമമാണ് നിലവിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ നിരക്ക് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ₹2.23 മാത്രം നൽകിക്കൊണ്ട് ഈ ഒരു കറണ്ട് വാങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാബല്യത്തിലേക്ക് വരും എന്നുള്ള കാര്യമൊക്കെ തന്നെയും ഇനി കണ്ടറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശ്രമം നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പീക്ക് സമയത്തെ ഉപഭോഗത്തിന് ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷമുള്ള ഒരു സമയത്ത് ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ശ്രമമാണ് KCB നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇതൊക്കെ മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടി നമുക്ക് ലഭ്യമാകുകയാണെങ്കിൽ നിലവിലെ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ നമുക്ക് മറികടക്കാനാകും. പക്ഷേ എന്നാലും ഇനിയും അങ്ങോട്ടുള്ള മാസങ്ങളിൽ എങ്ങനെയാണ്? കാരണം വരും മാസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിക്കുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അതുകൂടി മുൻകരുതിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ കൂടി മുന്നോട്ടേക്ക് പോകുകയാണ്. കൂടുതൽ എനർജി വാങ്ങാനുള്ള ഒരു ശ്രമം നടത്തി വരികയാണെന്നാണ് KCBയും വ്യക്തമാക്കുന്നത്. ശരി, സാന്ത്വന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.